ഒരു യൂണിയനെ പ്രതിനിധീകരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ കോളേജിൻ്റെ MSFൻ്റെ പ്രസിഡൻ്റ് നിലക്ക് ഈ യൂണിയൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കാൻ പറ്റിയ ഒരാളെന്ന നിലക്ക് ഞാൻ വളരെ അധികാരത്തോടു കൂടി തന്നെ പറയേണ്ടുന്നൊരു കാര്യമാണ് ഇതിനൊക്കെ. ഇവർ പറഞ്ഞ പല കാര്യങ്ങളോടും ചിലപ്പോൾ യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ യൂണിയനെ വിമർശിക്കുക എന്നുള്ളത് അതും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ ഞാൻ കാണുന്നു. അതിനെ ആ സ്പിരിറ്റിൽ തന്നെ ഞാൻ എടുക്കുന്നു. പിന്നെ ഇവിടെ ഒരുപാട് പേര് പല കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഓണത്തിൻ്റെ ഇഷ്യൂ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ +1 ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെട്ടു എന്നുള്ളത് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും അകത്തുള്ള വിദ്യാർത്ഥികൾക്കും ഒരുപാട് കാര്യം അറിയുന്നതാണ്. ആ കാര്യത്തിലോട്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. കാരണം അതൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഒരുപാട് പേർ കണ്ടതാണ്. ഞാൻ അതിലോട്ട് ഫോക്കസിങ് പോകുന്നില്ല. ഈ പിന്നെ യൂണിയൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റഡി സർക്കിൾ നടത്തും, അതല്ലെങ്കിൽ പിന്നെ അവർക്ക് സ്കോളർഷിപ്പ് നൽകും. ഇതൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കേട്ടു. നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഒരു യൂണിയൻ 2 കൊല്ലം മുൻപ് അക്കൈവ കോളേജ് യൂണിയൻ വരുന്നതിന് മുൻപ് തന്നെ MSFന് ഇവോക്ക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വെച്ച് സ്റ്റഡി സർക്കിളുണ്ട്. ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിൻ്റെ പേരിലുള്ള ഒരു സ്റ്റഡി സർക്കിൾ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻപ് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു ആസിഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ പേരിൽ ആസിഫ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് എന്ന രൂപത്തിൽ ഈ കോളേജിലെ മിനിമം ഇപ്പോൾ ഈ ഫസ്റ്റ് ഇയർ അല്ലാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് വളരെ പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും പിന്നെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ കോളേജ് മാഗസിനിൽ നമ്മളതിൻ്റെ ഈ കൊല്ലത്തെ എഡീഷൻ നമ്മൾ പിന്നെ ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ആദ്യം തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം ഇതൊക്കെ ഒരു യൂണിയൻ വരുന്നതിന് മുൻപ് തന്നെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് MSF എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യം പിന്നെ ഇവർ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൽ യൂണിയൻ ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ചർച്ചയ്ക്ക് പോയിരുന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്ന് ഇവർ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ യൂണിയൻ ഉണ്ടോ, അതിൽ MSF ഉണ്ടോ, അതിൽ SFI ഉണ്ടോ, അതല്ലെങ്കിൽ അതിൽ KSU ഉണ്ടോ, ഫ്രറ്റേണിറ്റി ഉണ്ടോ എന്നൊക്കെ അവർ പരിശോധിക്കുന്നത് നല്ലതാവും. കാരണം എല്ലാവരും കൂടിയെടുത്തൊരു തീരുമാനത്തിലാണ് ഇത് പോയത്. കാരണം ആ നേരത്തുള്ള ഒരു സംവിധാനം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ്. അതല്ലാതെ ഒരു യൂണിയൻ അതിനെ പ്രതിനിധീകരിച്ചില്ല എന്ന് പറയുന്നത് അതെത്രത്തോളം ഒരു ബാന്ധവമായ കാര്യമാണെന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടത് നല്ല കാര്യമാണ്. പിന്നെ മാഗസിൻ്റെ ഗസ്റ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അതൊക്കെ മാഗസിൻ്റെ ഗസ്റ്റ് ഞാൻ പൊതുവേ ഈ മാഗസിൻ്റെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പിന്നെ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു DJ പാർട്ടികളിലൂടെയോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലൂടെയോ അല്ല ഇതിനെ പിന്നെ ചെയ്യേണ്ടത്. കാരണം കൃത്യമായി ഇവിടുത്തെ ആശയങ്ങളും ഒരു മാഗസിൻ റിലീസിന് നമുക്കൊരു DJ പാർട്ടിയാണ് വേണ്ടതെന്നുള്ളത് ഒരഭിപ്രായം MSFനും ഇല്ല, യൂണിയനും ഇല്ല. പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല എവിടെയും, മനസ്സിലായില്ലേ? കാരണം കോളേജ് ഡേയും യൂണിയൻ ഇനാഗുറേഷനും ഒക്കെ നടത്തിയതാണ്. നമ്മൾ അവിടെ കൊണ്ടുവന്ന പിന്നെ അത്രയും പ്രമുഖനായ ഒരു പിന്നെ എഴുത്തുകാരനും ചിത്രകാരനും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം കേൾക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു കേട്ടു. ആ ഇല്ല ആൾക്കാർ മതി. കാരണം രാഷ്ട്രീയം എന്നത് നാളെകളുടെ പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് സംസാരിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. അതില്ലാത്തവർക്ക് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആർട്സിൻ്റെ ഒരു വിഷയം ഞാൻ പറയുന്നത് കേട്ടു. ആർട്സിൻ്റെ ഡേറ്റ് എന്നോ തലേന്നിട്ടു എന്നാരോ പറഞ്ഞു കേട്ടു. ആദ്യം മനസ്സിലാക്കേണ്ടത് ആർട്സ് എന്ന് പറയുന്നത് 7 ദിവസത്തോളം ഓഫ് സ്റ്റേജ് പരിപാടി നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഓഫ് സ്റ്റേജ് പരിപാടി നടത്തുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഡേറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. അതായത് കൃത്യമായി ആ ദിവസത്തിൽ ഇന്ന നടക്കും, ദിവസത്തിൽ ഇന്ന കാര്യങ്ങൾ നടക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ അന്ന് യൂണിയൻ അതിനെ പിന്നെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയാലും അതിനെ ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ആർട്സിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കോളേജ് യൂണിയനിൽ നമുക്ക് പിന്നെ മതിയായ ഒരു പാർട്ടിസിപ്പേഷൻ നൽകാൻ അന്നത്തെ 3rd ഇയേഴ്സ് നമ്മുടെ കോളേജിൽ നിന്ന് പോയതുകൊണ്ട് മതിയായ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്കവിടെ നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇല്ല പാർട്ടിസിപ്പേഷൻ കൊണ്ട് നമുക്ക് സോണിൽ നല്ലൊരു സ്ഥാനം നേടുകയും അതുപോലെ തന്നെ അതേ സ്ഥാനങ്ങളെ കൊണ്ട് ഇൻ്റർ സോണിലോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ കൊണ്ടുപോയ എല്ലാ സാധനത്തിനും എല്ലാ പിന്നെ ഇവൻറ്റുകൾക്കും പ്രൈസ് അടിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്നുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പിന്നെ അറിയിക്കുകയാണ്. പിന്നെ ഇപ്രാവശ്യം സോൺ ഇൻ്റർ സോൺ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അത് ഈ നവംബറോട് കൂടി നടക്കുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ മമ്പാട് MES കോളേജിൻ്റെ ഫൈൻ ആർട്സിൻ്റെ നേതൃത്വത്തിൽ യൂണിയൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി എല്ലാ ഇവൻറ്റുകളും അതിൻ്റെ പ്രാക്ടീസ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു യൂണിയൻ വരികയാണെങ്കിൽ അവർക്ക് നേരെ ഇത് കൊണ്ടുപോയി പിന്നെ അവരെ അലൗട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇവരെ നേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കാരണം അത്രത്തോളം സുസജ്ജമായി ഫൈൻ ആർട്സ് നമ്മുടെ കോളേജിൽ വളരെ ഭംഗിയായി തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യം ആദ്യം തന്നെ ഇവർ മനസ്സിലാക്കണം. കാരണം അത്
MSF ഒരിക്കലും നാളെ ഒരു യൂണിയൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളല്ല. MSFന് ഒരു യൂണിയൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നപ്പോൾ 2 കൊല്ലം തന്നപ്പോൾ അതിനെ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നാളെ ഇവിടെ ഒരു യൂണിയൻ ഇല്ല എന്ന് വെച്ച് MSF അത് മാറി നിന്ന് പോകുന്നല്ല. കാരണം ഒരു ഇലക്ഷൻ നോട്ടിഫിക്കേഷന് മുൻപ് അല്ലെങ്കിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ 4 ദിവസം മുൻപ് വന്നുകൊണ്ട് പറയേണ്ട നല്ല രാഷ്ട്രീയം എന്നത് ഒരു വിമർശനത്തിനും കൂടെ ഉള്ളതാണ്. അതായത് ഒരു പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ പ്രതിപക്ഷ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രീയം, അതല്ലെങ്കിൽ ഇവിടെ ഒരു യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ടുന്ന കടമയും ആ നേരത്തുണ്ട്. പക്ഷേ ഇലക്ഷൻ സമയത്ത് മാത്രം വന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ധർമ്മം കാണിക്കുമ്പോൾ അതിനൊക്കെ കുട്ടികളുടെ മുന്നിലുള്ളൊരു പ്രതിച്ഛായ എന്ത് എന്നുള്ളത് ഇവരൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാവുമെന്നതാണ്. പിന്നെ ഇവരൊക്കെ വിട്ടുപോയ ഒരു വലിയ കാര്യമുണ്ട്. മമ്പാട് MES കോളേജിൽ ഒരുപാട് യൂണിയൻ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ മുൻപിലിരിക്കുന്ന പലരും പിന്നെ പല പാർട്ടിക്കാരും മുൻപ് യൂണിയനിൽ വന്ന ആൾക്കാരാണ്. അതായത് SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, ഫ്രറ്റേണിറ്റി ആയിക്കോട്ടെ. ഇവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ കാര്യമാണ് മമ്പാട് MES കോളേജിൽ ലേഡി ചെയർപേഴ്സൺ, ഒരു സ്ത്രീ പ്രാതിനിധ്യം, അതും ഒരു യൂണിയൻ്റെ തലപ്പത്തെന്നുള്ളത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇവർ ഇത്രയും കാലം, അതായത് കോളേജ് 1969 കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് 2024 എത്തുമ്പോൾ ഒരു ദശാബ്ദം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, അവിടെ ഒരു ലേഡി ചെയർപേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ അത് MSF കൊണ്ടുവന്നതാണെന്നുള്ളത് ആരും മറന്നുപോയത് കൊണ്ടാണ്. പക്ഷെ അവരൊന്നും എടുത്തു പറയുമെന്ന് എനിക്കറിയില്ല. അതെന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ളത് ഞാനിവിടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇവർ സംസാരിച്ചു. അതിലൊക്കെ പിന്നെ വൊക്കാണ്ട യൂണിയനെയും ഒക്കെ പറഞ്ഞു. അവരെ പറ്റിയൊക്കെ നിങ്ങൾക്ക് പിന്നെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിങ്ങൾക്ക് പിന്നെ അതിനെ പരിഘോഷിപ്പിച്ച് നോക്കാവുന്നതാണ്. അവർ ചെയ്ത കാര്യങ്ങളും മമ്പാട് MES കോളേജിൽ അക്കൈവ കോളേജ് യൂണിയൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ഒരു യൂണിയൻ ഓഫീസിനെ പറ്റി സംസാരിച്ചു. നിലവിൽ കോളേജിൽ അതിന് തരാനുള്ളൊരു സ്ഥലം നമ്മുടെ നിലവിൽ ഇപ്പോൾ ഇതിനില്ല. പക്ഷേ അടുത്തൊരു യൂണിയൻ വരുമ്പോൾ കൃത്യമായി അതിനൊരു ഓഫീസ് ഉണ്ടാവുമെന്നത് നമുക്ക് ഉറപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു പുതിയ ബ്ലോക്ക് അവിടെ പിന്നെ ഇനാഗുറേഷൻ ചെയ്യാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റായി പോകുമ്പോൾ ക്ലാസ്സുകളുടെ പരിമിതി ഉണ്ട്. ആ പരിമിതി തീർക്കും എന്നത് വളരെ കൃത്യമായി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു യൂണിയൻ ഓഫീസ് വേണം, ഒരു യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് എന്ന കാര്യമൊന്നും ശരിക്കുമില്ല. യൂണിയൻ ഓഫീസ് ഇല്ലെങ്കിൽ പോലും എപ്പോഴും കിട്ടുന്ന ഒരു യൂണിയൻ മെമ്പേഴ്സ് മമ്പാട് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇതിന് ഒരു യൂണിയൻ ഓഫീസ് എന്ന കാര്യമൊന്നും നമുക്കില്ല. പക്ഷേ യൂണിയൻ ഓഫീസ് വേണം, അത് നല്ലതാണ്. അത് ഇനിയുള്ള കാലങ്ങളിൽ മമ്പാട് കോളേജിൽ കിട്ടുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ ഈ ലേഡീസ് ഹോസ്റ്റലിൻ്റെയും കാര്യത്തിലൊക്കെ പറഞ്ഞു കേട്ടു. ഇതൊക്കെ ഈ നേരത്ത് വന്നൊരു ആശയത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം അതൊക്കെ പിന്നെ പല കാര്യങ്ങളിലും സംസാരിച്ചും അവർക്ക് വേണ്ടി സമരം നടത്തിയും ഒക്കെ ചെയ്തിട്ടുള്ള യൂണിയനുകളാണ് MSF എന്നുള്ളത് ആദ്യം ഇവരെന്നെ മനസ്സിലാക്കുന്നത് നന്നാവും. പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു വിമർശനം അങ്ങോട്ടോ ഇങ്ങോട്ടോ പടുത്തുയർത്തുകയാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഇവിടെ SFIയുടെ പ്രതിനിധി എൻ്റെ മുൻപിലിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് കൃത്യമായ ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം മമ്പാട് MES കോളേജിൽ ഒരു യൂണിയൻ ഭരിക്കുന്ന ആൾക്കാരാണ് MSFകാർ. SFIക്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് ബയോളജിയിലെ ഒരു അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ ഇനാഗുറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് വക പോയാൽ നമുക്കതിനുള്ള ഫണ്ട് വരെ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കും. പക്ഷേ അതുപോലും ഒരു ഇനാഗുറേഷൻ ചെയ്യാൻ പോലും പറ്റാത്ത ഇവർ ഇവിടെ MSFനോട്ട് തിരിഞ്ഞ് നിങ്ങൾ അത് ചെയ്തോ, നിങ്ങൾ ഇത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രസക്തി ഒന്ന് മനസ്സിലാക്കണം. കാരണം വെറും ഒരു 2 മണിക്കൂർ ഒരു ചീഫ് ഗസ്റ്റിനുള്ള ഫണ്ട് പോലും ഇവിടുന്ന് ലഭിച്ച് കിട്ടുന്ന ഒരു പരിപാടി നടത്താൻ പറ്റാത്തവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചാലോ, ഞാനായിട്ട് ചോദിക്കുന്നില്ല ഇനി. കാരണം പിന്നെ എൻ്റെ മുൻപിൽ KSUവിൻ്റെ പ്രതിനിധി ഇരിക്കുന്നുണ്ട്. ഈ കോളേജ് ഡേ എന്ന് പറയുന്നൊരു പരിപാടി മമ്പാട് MES കോളേജിൽ യൂണിയൻ നടത്തുന്നൊരു കാര്യമാണ്. ഈ കോളേജ് ഡേ നടത്തി വരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം, അത് ചിലപ്പോൾ ഒരു UG സ്റ്റുഡൻസിന് വേണ്ടിയായിട്ട് ഭാഗമായിട്ട് പോകാറുണ്ട്. ഈ PG ഡേ എന്ന് പറയുന്നൊരു പരിപാടി മുൻപ് തന്നെ കോളേജിൽ പിന്നെ നടത്തി വരാറുണ്ട്. PG ഡേ എന്ന് പറയുന്നത് അത് ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം അത് നടന്നിട്ടില്ല. അത് എന്തുകൊണ്ട് നടന്നില്ല ചോദിക്കുമ്പോൾ ഈ PG റെപ്പ് ഭരിക്കുന്നത് KSUക്കാരാണ്. അപ്പോൾ PG ഡേ എന്ന് പറയുന്ന പരിപാടി മമ്പാട് MES കോളേജിൽ അത്രയും ഒരു കോളേജ് ഡേ എന്ന് പറയുന്ന പരിപാടിൻ്റെ നേരെ എടുത്തെത്തുന്ന അത്രയും നല്ലൊരു പരിപാടി നടത്താൻ KSUവിന് പോലും കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അവർ നാളത്തെ ഒരു യൂണിയനിൽ അവർ കോളേജ് ഡേ നടത്തും, അവർ യൂണിയൻ ഇനാഗുറേഷൻ നടത്തും, അവർ ഫൈൻ ആർട്സ് നടത്തും, അവർ സ്പോർട്സ് നടത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിച്ഛായ എത്രയുണ്ട് എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ തോന്നുന്നു. പിന്നെ ഈ കോളേജ് ഡേനെ പറ്റിയിട്ട് പിന്നെ ഈ PG ഡേനെ പറ്റിയിട്ട് PG റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളത് KSUവിനാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഒരു യൂണിയൻ നടത്തി കൊണ്ടുപോകുമ്പോൾ
അതിൻ്റേതായിട്ടുള്ള പരിമിതികളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് കോളേജുകളാവുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ചിലർ പ്രസരിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ആശയങ്ങളെയൊക്കെ നമ്മൾ മുൻനിർത്തുന്നു, നിങ്ങളുടെ പിന്നെ വിമർശനങ്ങളെയൊക്കെ അനുകൂലിക്കുന്നു. കാരണം ഒരു വിമർശനത്തിന് അതീതരായിട്ട് ആരും പിന്നെ നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നുമില്ല. കാരണം ഇതൊരു മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഇവിടെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റേതായുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുള്ള കാര്യം മറ്റൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലരും ഇവരെന്നെ പറഞ്ഞു SFIയും പിന്നെ ഇവർ തമ്മിലുള്ളൊരു ബാന്ധവമാണ്, ഇവർ തമ്മിലുള്ളൊരു പിന്നെ ഒത്തുകളിയാണെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ വളരെ കൃത്യമായ ഒരു പോസ്റ്റർ ഇറക്കി, KSFI സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നേ, കാരണം പിന്നെ ഒരു രണ്ട് യോജിക്കാത്തൊരു പാർട്ടികൾ തമ്മിൽ യോജിക്കുന്നുവോ? അപ്പോൾ വിദ്യാർത്ഥികളോട് നമ്മൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വെറൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അവർ എത്ര പേര് ഇതിനെ പറ്റിയിട്ട് ഈ KSUക്കാരും SFIക്കാരും ഇതിനെപ്പറ്റി ചിന്തിച്ചുവോ എന്നെനിക്കറിയില്ല. നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ വിഷ്വലിൽ KSUവിന് ജനറൽ സീറ്റിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അതിൽ കേട്ടിയോ അങ്ങനെ എന്താണ് പേര്, നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ജനറൽ സീറ്റിൽ വന്ന ഇലക്ഷനിൽ ആ സീറ്റിൻ്റെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 0 വോട്ടാണ്. അവിടെ SFI ജയിച്ചു വരികയും ചെയ്യാണ്. എന്തുകൊണ്ട് ഈ 0 വോട്ട്? സ്ഥാനാർത്ഥി പോലും KSUവിൻ്റെ സ്ഥാനാർത്ഥി പോലും സ്വന്തം വോട്ട് അവനവന് പോലും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. കാരണം ഒരു രാഷ്ട്രീയ പ്രബുദ്ധ വിദ്യാർത്ഥികളോട് പറയുമ്പോൾ അവനവൻ്റെ വോട്ട് പോലും നൽകാൻ പറ്റാത്തവർ ഒരു യൂണിയൻ കയറിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുമെന്നറിയാം. പിന്നെ ഇത് ഒരു ക്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലെ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അന്നത്തെ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഇപ്പോഴത്തെ അത് സെക്കൻഡ് ഇയർ ആണ്. ഇന്നത്തെ തേർഡ് ഇയർ, അന്നത്തെ സെക്കൻഡ് ഇയർ ബിവോക്ക് ഫുഡ് ടെക്നോളജി, അവിടെ 2 സ്ഥാനാർത്ഥികൾ KSU ഉണ്ടായിരുന്നു. അവരും ഇതേ പരിപാടി തന്നെ. പിന്നെ അവിടെ പിന്നെ 2 സീറ്റിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു അവിടെയുള്ളൊരു സീറ്റിൽ പിന്നെ കൃത്യമായി KSUവിൻ്റെ സ്ഥാനാർത്ഥി പോലും അവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്വന്തം വോട്ട് പോലും KSU നൽകിയിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പ്രതിച്ഛായ കൊണ്ട് ഇവർ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെ പോകുമെന്നുള്ള കാര്യം ഇവർ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. പിന്നെ വിമർശനങ്ങൾ ഏറ്റവും നല്ലതാണ്, ആ രൂപത്തിൽ തന്നെ സംസാരിക്കണമെന്ന് തന്നെയാണ് MSFൻ്റെയും ആവശ്യം. ഈ പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ഇനിയും ഒരുപാട് രൂപത്തിൽ നല്ല പിന്നെ സമീപനത്തിൽ മമ്പാട് MES കോളേജിൽ ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോവും. അതുപോലെ തന്നെ അതിന് പുറമെ യൂണിയന് ചിലപ്പോൾ ഈ യൂണിയൻ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ അടുത്ത ഒരു കാലങ്ങളിൽ വരുമ്പോൾ നമുക്കതിനെയൊക്കെ ഒരു ഓവർടേക്ക് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് നമ്മൾ പിന്നെ ഒന്നുകൂടി ഉഷാറാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ സംസാരിക്കും, നല്ല രൂപത്തിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. എനിക്ക് സബ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല ഉള്ളത്. ഇപ്പം +1 സീറ്റിലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ MSF എത്ര കാലം നമ്മളെ മലപ്പുറത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തു എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഭരണത്തിലില്ലാത്തപ്പം അതിനെ പറ്റി പറയുന്നത്, ഭരണത്തിലുണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ഇരട്ടത്താപ്പല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടികളെ ചെയർപേഴ്സണാക്കി വെച്ചു എന്ന് പറയുന്നത് നല്ല കാര്യം, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഫ്രട്ടേണിറ്റി 2 തവണ 2 പോസ്റ്റിലാണ് വന്നത്, ഒന്ന് മാഗസിൻ എഡിറ്ററും പിന്നെ ഒന്ന് വൈസ് ചെയർപേഴ്സണും. ആ 2 ടൈമിനും വൈസ് ചെയർപേഴ്സൺ ഓൾറെഡി പിന്നെ പെൺകുട്ടി ആയിരിക്കണം, മാഗസിൻ എഡിറ്ററും പെൺകുട്ടി തന്നെ ആയിരുന്നു. പിന്നെ ഫ്രട്ടേണിറ്റി വർഷം യൂണിയനിൽ ഭാഗമാണെങ്കിലും അതും ഒരു ലേഡീനെ തന്നെ വെക്കാനാണ് ഫ്രട്ടേണിറ്റി മുമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മുമ്പത്തെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് നജിദ റെയ്ഹാൻ, നിങ്ങൾക്ക് അറിയില്ല, വനിതയായിരുന്നു. അപ്പം ആദ്യമായിട്ടൊരു സംഘടനയ്ക്ക് വനിതാ നേതാവ് ഉണ്ടെങ്കിൽ അത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനാണ്. ഏറ്റവും ബഹുമാനപൂർവ്വം പറയട്ടെ. അതുപോലെ തന്നെ സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾ തന്നെ സ്വന്തം പാർട്ടിയിലെ പുരുഷ നേതാക്കന്മാർക്കെതിരെ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രക്ക് കഷ്ടതയുള്ള പാർട്ടി വേറെ ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം അതിനുള്ള ക്യാപ്സ്യൂൾ കയ്യിലുണ്ടാവും എന്നറിയാം, എന്നാലും അതൊരു ചോദ്യമായിട്ട് തന്നെ നിൽക്കട്ടെ. താങ്ക് യു. മലബാർ പിന്നെ നമ്മുടെ പിന്നെ മലബാർ ഏരിയകളിലും അതുപോലെ തന്നെ UDF അധികാരത്തിൽ വന്ന സമയങ്ങളൊക്കെ ഇവിടെ പിന്നെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അത് മുസ്ലിം ലീഗ് തന്നെയാണ്, ഞങ്ങളുടെ പാർട്ടിയായ മുസ്ലിം ലീഗ് തന്നെയാണ്. പക്ഷേ അതിലോട്ട് കടന്നു വരികയാണെങ്കിൽ മലബാറിൻ്റെ എല്ലാ ഏരിയകളിലും ഇന്ന് കാണുന്ന ഈ ഒരു വിപ്ലവത്തിന്
എത്രത്തോളം അതിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ ഇരുന്നിട്ടുള്ള കാര്യം മനസ്സിലാക്കണം. നാം ഇന്നിരിക്കുന്ന മമ്പാടി MES കോളേജിൻ്റെ ചരിത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അതിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 10 കൊല്ലമായിട്ട് നമ്മുടെ പിന്നെ 7-8 കൊല്ലങ്ങളായിട്ട് നമ്മുടെ മറ്റൊരു അധികാരമാണ് പിന്നെ നടന്നു പോകുന്നത്. പക്ഷേ അത് ആ നേരത്തുണ്ടായ ഒരു അധിക വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ കോളേജിൽ പിന്നെ സ്കൂൾ ലെവലിലോട്ട് എത്തുമ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ ഒരു കുറവ് വരുമ്പോൾ അതിലെല്ലാ കൊല്ലവും പ്രതികരിച്ചൊരു പാർട്ടിയാണ് MSF എന്നുള്ളത് മനസ്സിലാക്കണം. അത് അറിയേണ്ടവർക്ക് അതൊക്കെ അറിയും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ സ്വന്തം നേതാക്കൾ പിന്നെ അവർ ചെയ്തു, അങ്ങനെ ചെയ്തു, അവർ കേസ് ആക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അവരൊക്കെ ഇന്നിരിക്കുന്ന ഏത് പോസ്റ്റിലാണെന്ന് മനസ്സിലാക്കണം. പാർട്ടിയുടെ അത്രയും പിന്നെ മെയിൻ പോസ്റ്റുകളിൽ അവർ ഇരിക്കുന്നുള്ള കാര്യം അവരിന്ന് മനസ്സിലാക്കണം. കാരണം ഒരാശയത്തെ ഒരു ആശയപരമായിട്ട് തന്നെ അവർ നേരിട്ട്, അത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ അതിനൊക്കെ തിരുത്തിക്കൊണ്ട് അവരിന്ന് ഏത് നിലയിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. ഇത്രയാണ് പറയാനുള്ളൂ. മമ്പാട് കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെയർപേഴ്സണ് അവരൊരു പൊസിഷൻ, അതായത് ചെയർമാൻ എന്ന് പറയുന്നത് അതൊരു ലേഡിക്ക് ആ ഒരു പൊസിഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം KSU യൂണിയൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യമായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഈ ചെയർപേഴ്സൺ അവരുടെ പൊസിഷൻ്റെ ആ ഒരു അതായത് ആ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം, ഇരിക്കുന്നതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാട്ടി ഏത് സ്റ്റേജാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഡിബേറ്റ് ഉണ്ട്, ഈ ഡിബേറ്റിൽ പോലും ഏതെങ്കിലും അതായത് എവിടെയെങ്കിലും സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് ചെയർപേഴ്സൺ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ എന്താണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവർ കുറച്ച് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ്റെ 4 ദിവസം മുമ്പ് വന്നുകൊണ്ട് ഇനിയിപ്പോൾ പുറത്ത് വല്ല ക്യാമ്പയിനിങ്ങും പോവുകയാണെങ്കിലും അവർ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ പറയുന്ന കാര്യം അവരെ കുറ്റം പറയാന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഓപ്പൺ ഡിസ്കഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ എത്ര കാലമായിട്ട് ഈ 3 പാർട്ടിക്കാരും, ഞാൻ പറയാം, ഞാനിപ്പോൾ KSUവിനെ മാത്രമായിട്ട്, KSUക്ക് മാത്രം ഒരു ബോണസ് പോയിൻ്റായിട്ട് ഞാൻ പറയുന്നില്ല, KSU റെഡിയാണ്, SFI റെഡിയാണ്, ഫ്രറ്റേണിറ്റി റെഡിയാണെന്ന് പറഞ്ഞ് പോസ്റ്റർ വരെ കഴിഞ്ഞ ഇലക്ഷൻ അടക്കം ഇറക്കി. നിങ്ങൾ MSFൻ്റെ റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ടൈമിൽ ഈ ചെയർപേഴ്സൺ വന്നിട്ടുണ്ടോ? ചെയർപേഴ്സൺ അല്ല, യൂണിയൻ്റെ ഒരു ഭാരവാഹികളും വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നാഷിദിനെ കണ്ടപ്പോൾ തന്നെ, ഞാനിവിടെ വന്നപ്പോൾ തന്നെ ജസ്റ്റ് നോക്കിയത് അതാണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തലേ ദിവസം മാത്രം വന്ന് പറയേണ്ട കാര്യമല്ലാന്ന്. ഇലക്ഷന് മുമ്പായിട്ട് നിങ്ങൾ യൂണിയനിലുള്ളപ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങളൊരു ഓപ്പൺ ഡിബേറ്റിന്, അല്ലെങ്കിൽ കുട്ടികളോട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാണ്ട് ഒരു ഓപ്പൺ ഡിസ്കഷന് MSFൻ്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ യൂണിയനിലിരിക്കുന്ന പ്രതിനിധികൾ വന്നിട്ടുണ്ടോ? പിന്നെ MSF എവിടെ പിന്നെ വരണം, MSF എവിടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് MSF-ആണ്. അതിന് MSFനുള്ളൊരു അധികാരം അതെങ്കിലും തരണമെന്ന് ഞാൻ ആദ്യം തന്നെ പറയാണ്. പിന്നെ ലേഡി ചെയർപേഴ്സൺ എവിടെ നിന്നു, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞു. ഏത് വിദ്യാർത്ഥി പ്രശ്നം ഉണ്ടായപ്പോഴും, ഇപ്പോൾ കുടിവെള്ള പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടു, അതിന് മുൻപുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതേ ആൾ തന്നെയാണ് അവിടെ പോയി സംസാരിച്ചിട്ടുള്ളതും അതിനുവേണ്ടി നിന്നിട്ടുള്ളതും അതിനുവേണ്ടി പരാതി കൊടുത്തിട്ടുള്ളതും എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെ നിന്നേ എന്നുള്ള കാര്യം അതെല്ലാവർക്കും അറിയുന്ന ഒന്നല്ല. ഇപ്പം ഒരു ലേഡി ചെയർപേഴ്സണായി വരുമ്പോൾ അവരല്ലേ അത് നോക്കുന്നത്, അത് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ടെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. പിന്നെ വിമർശനങ്ങളെന്നും ഉണ്ടാവുമെന്ന് നല്ലതാണ്. MSFകാരെ ഇവിടെ വരണം എന്നുള്ളത് MSFകാരുടേതാണ്, ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് അക്കൈവ കോളേജ് യൂണിയൻ ഇവിടെ നിലവിലിരിക്കുമ്പോൾ യൂണിയൻ സ്റ്റുഡൻസ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ഇവിടെ നടന്നിട്ടില്ല. സ്റ്റുഡൻസിന് എന്താവശ്യമുള്ളത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് ഒരു യൂണിയൻ്റെത്? അതായത് എന്നാൽ പിന്നെ ഒരു യൂണിയൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങളെ കാര്യങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ്ലി പിന്നെ യൂണിയനോട്, ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്, എനിക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വന്ന് പറയണം? ഇവിടെ ഒരു യൂണിയൻ ഓഫീസില്ല, ഞാൻ എവിടെ ഈ കോളേജിൻ്റെ നടുവിൽ നിന്ന് വെറുതെ പറയേ? അതാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിലൊന്നും കരുതരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായി പിന്നെ യൂണിയൻ ഭാരവാഹികളെ അറിയിക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? പിന്നെ ഏത് വിഷയം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നും മുൻപിൽ നിന്നതുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് യൂണിയൻ ഭാരവാഹികൾ ആരാന്നറിയണ്ടേ? അതിന് ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിനോട് ഞാൻ ചോദിക്കണേ, നിങ്ങൾ യൂണിയനിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? UUC ആരാ നിങ്ങൾക്ക് അറിയോ? ചെയർപേഴ്സൺ ആരാ നിങ്ങൾക്ക് അറിയോ? അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ, ഞങ്ങൾ MSFൻ്റെ പ്രതിനിധികളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കംഫേർട്ട് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഫസ്റ്റ് ഇയേഴ്സ് എന്നല്ല, ഏതെങ്കിലും ക്ലാസ്സിൽ. ഇപ്പോൾ ഞാൻ ഇവിടെ PG പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിവിടെ UG കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊന്നും വന്നാണ്ട് ഒരു യൂണിയൻ
പ്രവർത്തകരും നിങ്ങൾക്ക് ഇവിടെ ചോർച്ച ഉണ്ടോ ലീക്ക് ഉണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. ഞങ്ങളായിട്ട് അങ്ങോട്ട് സ്റ്റുഡൻസ്, ഞാൻ എൻ്റെ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ജസ്റ്റ് എഴുതി കൊടുത്തതിന് മാത്രമേ അതിനും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഞങ്ങളായിട്ട് തന്നെ ഡയറക്റ്റ്ലി പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ചെല്ലാറാണ് പതിവ്. പിന്നെ യൂണിയൻ ഭാരവാഹികൾ ആരാ എന്നുള്ളത് ഈ സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും ഏകദേശം അറിയും. കാരണം അവരിപ്പോൾ ഈ ഇലക്ഷനെ പ്രതികരിച്ച ആൾക്കാരാണല്ലോ. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന് അറിയില്ല എന്ന് പറഞ്ഞു. അവർക്ക് വരുന്നൊരു യൂണിയൻ എന്ന് പറയുന്നത് ശരിക്കും ഇനി വരുന്നൊരു ഇലക്ഷനിൽ കഴിഞ്ഞ് വരുന്ന ഒരു യൂണിയൻ ആവാണല്ലോ. പിന്നെ ഇപ്പോഴത്തെ യൂണിയനിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ഇയേഴ്സിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഈ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് വന്നപ്പോൾ. കാരണം ഫോർത്ത് ഇയർ ഡിഗ്രി ആദ്യമായിട്ട് വരുന്നതാണ്. ഈ മേജർ മൈനർ കോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ വരികയുണ്ടായി. അപ്പോൾ നമ്മൾ ഓപ്പൺ കോഴ്സ് ചെയ്യുന്നത് പോലെയാണ് ഇവർക്ക്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് ബേസിസിലാവും ഈ മേജർ മൈനറൊക്കെ പോവുക. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രശ്നം. കാരണം പിന്നെ ഒരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ആൾക്ക് ചിലപ്പോൾ വല്ല ബയോളജിയിലോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സയൻസ് മേഖലയിൽ നിന്ന് തന്നെ വരാത്തവർക്ക് പല മേഖലയിലോട്ട് പോവുക. അങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് വന്നു. അന്ന് 49 കേസോളം ഈ ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും പോയി ചോദിച്ചു എന്നല്ല പറഞ്ഞത്, അവരിൽ നിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞ് 49 കേസ് അന്ന് ഞങ്ങൾ കൃത്യമായി എഴുതി. അതിൻ്റെ ആളായിരുന്നു നമ്മളെ ഫുഡ് ടെക്നോളജിയിലെ അധ്യാപകൻ, അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവരുമായിട്ടൊക്കെ സംസാരിച്ച് കൃത്യമായി അതിൻ്റെ 99% അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടുണ്ട്. കാരണം പിന്നെ ഒരു പൂർണ്ണമായ രൂപത്തിൽ അതിന് ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. കാരണം ഒരു അലോട്ട്മെൻറ്റ് ബേസിസാണ്, മാർക്ക് ബേസിസാണ് വരുന്നത്. പക്ഷെ എന്നാലും ഒരു 99% അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു പോന്നിട്ടുണ്ട്. യൂണിയൻ മെമ്പേഴ്സ് ആരാന്നുള്ളതൊക്കെ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് അറിയാം. അത് ഇവർ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. യൂണിയൻ്റെ MSFൻ്റെ പ്രസിഡൻ്റാണെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളെ പാർട്ടിക്കെതിരെ ഇത്രയും വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുമ്പോൾ, ഓപ്പൺ ഡിസ്കഷനിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടിക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വന്ന് പ്രതികരിച്ചൂടെ? അതിലാരും ഒന്നും സംസാരിക്കണത് ഞാൻ കണ്ടില്ല. അല്ല, അത് പിന്നെ അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, MSF എവിടെ വരണം, MSF എവിടെ പോകണം എന്നുള്ളത് അത് SFIക്കാരനോ അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റിക്കാരനോ അല്ലെങ്കിൽ അത് KSUക്കാരനോ തീരുമാനിക്കേണ്ടതല്ല. MSF എവിടെ വരണമെന്ന് പറയുന്നത് അത് MSF തീരുമാനിക്കും. കഴിഞ്ഞ കൊല്ലം ഇതേ രൂപത്തിൽ നിങ്ങൾ ഒരുപാട് കൊട്ടി ആഘോഷിച്ചല്ലോ, ഇതിന് മുൻപും കൊട്ടി ആഘോഷിച്ചല്ലോ. അന്നൊക്കെ എന്താ ഉണ്ടായതിൻ്റെ റിസൾട്ട് കൃത്യമായി വിദ്യാർത്ഥികൾ ചെയ്തു തന്നല്ലോ. കാരണം 2 കൊല്ലം യൂണിയൻ ഒരു വട്ടം 75 സീറ്റുകളോടെയും ഒരു വട്ടം പിന്നെ 60-നടുത്ത് സീറ്റുകളോടെയും ഞങ്ങൾ യൂണിയൻ കയറിയല്ലോ. കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ MSF എവിടെ വരണം, MSF എന്ത് ചെയ്യണമെന്നത് അത് ഞങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ. അതൊക്കെ എല്ലാവരുടെയും മുൻപിൽ വന്ന് പറയേണ്ട കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാര്യം ശരിയാണ്. ഇപ്പോൾ ഏതൊരു പാർട്ടിക്കും ഓരോതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളൊരു അവകാശമല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവരും, അതായത് ഇപ്പം എല്ലാ പാർട്ടിയിൽ നിന്നും ഒരാൾ വരുന്നൊരു സ്റ്റേജിൽ ഒരു പാർട്ടിയിൽ നിന്ന് മാത്രം ഒരാൾ വരുന്നില്ല. എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തീരുമാനമല്ലേ, ഞങ്ങൾ വരൂല. ഇത് എവിടുത്തെ മീൻസ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്ത് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അതോ അതിൽ ഏതെങ്കിലും ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയാണോ ഒന്ന് വരിക എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ 2 യൂണിയനിൽ ഇപ്പോൾ നിങ്ങൾ റിസൾട്ട് കണ്ടില്ലേ. കുറച്ച് നേരത്തെ തന്നെ നാഷു പറഞ്ഞു ഒരു റിസൾട്ടിനെ പ്രതിപാദിച്ച് നിൽക്കുന്ന പാർട്ടിയല്ല MSF എന്ന്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ കേവലം ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട്, ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത്, കേവലം ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്നും ചെയ്യണില്ല. ഇവിടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്. പിന്നെ ഇനിയിപ്പോൾ റിസൾട്ടിൽ ഞങ്ങൾക്ക് പോകുമല്ലോ അല്ലെങ്കിൽ യൂണിയൻ ഞങ്ങൾക്ക് പോകുമല്ലോ എന്നുള്ള രീതിയിൽ എവിടെയും വരാതെ നിൽക്കില്ല. ഇപ്പം ഇവിടെ യൂണിയൻ KSU കയറിയാലും കയറിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഒരൊറ്റ ഒരാളെ അവശേഷിക്കുന്നുള്ളെങ്കിൽ ആ ഒറ്റ ഒരാൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി എവിടെയും വന്നിരിക്കും. ആ കാര്യം ഞാൻ പറയാം. KSUവിൻ്റെ ഭാഗത്തുനിന്ന് അത്ര അവിടെ ഞങ്ങളിഷ്ടമാണ്, ഞങ്ങൾ KSU ആണ്, അത് ഞങ്ങളെ തീരുമാനമാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. നിങ്ങൾ ഏത് ഓൾ പാർട്ടി മീറ്റിംഗ് അല്ലെങ്കിൽ ഏത് സ്റ്റുഡൻസിന് KSUക്കാരോട് ഡയറക്റ്റ്ലി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം. ഞങ്ങൾ ഒറ്റ ഒരാളുള്ളെങ്കിൽ ആ ഒരാൾ വരും. അത് KSUവിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ MSFകാർക്ക് അത് പേടിയാണെങ്കിൽ എനിക്കറിയില്ല. ഇതിൽ പറഞ്ഞപ്പോൾ പിന്നെ ഈ ഓപ്പൺ ഡിസ്കഷൻ എന്ന് പറഞ്ഞു, അതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? ഒരു അതോറിറ്റിയോ ഇതിനൊരു കൃത്യമായ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ MSF വരണം എന്ന് പറയുന്നതിൽ അത്ര ഒരു താല്പര്യമുണ്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറയാം, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ പോർമുഖം എന്ന് പറയുന്ന പരിപാടി മുൻപും വെച്ചു, അന്ന് വന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. എലക്ഷൻ്റെ സമയത്ത് അന്ന് എലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് തോന്നുന്നുണ്ട്. എലക്ഷൻ്റെ പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്ര അടുത്ത് ഇപ്പോൾ എലക്ഷൻ അടുത്ത പിന്നെ ആഴ്ചയാണ് വരുന്നത്. അത് ഒരാഴ്ച മുൻപ് തന്നെ ഇങ്ങനെ പരിപാടി വെച്ചു. അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അങ്ങനെ വരുമ്പോഴാണ്
പിന്നെ നമുക്കും ഇതിനൊരു ആക്സസിബിലിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ്, അതായത് ഇലക്ഷൻ്റെ അടുപ്പിച്ചാണ് അന്ന് പരിപാടി വന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ടായിരുന്നു അന്ന് എത്താൻ പറ്റാത്തത്. പിന്നെ ഒരു പാർട്ടികൾക്ക് സാഹചര്യം ഉണ്ടാവുമല്ലോ, എത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മുടെ കാര്യങ്ങളായിട്ടാണ്. പിന്നെ അന്ന് എത്തിയില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് അന്ന് എത്താനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട്. കാരണം കൃത്യമായി അന്ന് ഇലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ്റെ വർക്കിലൂടെ തന്നെ ചെയ്തുകൊണ്ടാണ് ചെയ്തത്. പിന്നെ ഒരു ഓപ്പൺ ഡിസ്കഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതിലൊരു ഗ്രൂപ്പിൽ വന്നിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാഷ് പറഞ്ഞു ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യകത എന്താണെന്ന്, ഓപ്പൺ ഡിസ്കഷനുള്ള ഗ്രൂപ്പിൻ്റെ ആവശ്യകത. ഞാൻ പറയട്ടെ, നമ്മൾ എന്തൊരു കാര്യം ഡിസ്കസ് ചെയ്യും, ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഡിബേറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരാളെ തലയിൽ ഉദിക്കുന്ന ആശയമല്ല. അത് ഒരുപാട് കുട്ടികളെ സപ്പോർട്ടോട് കൂടി, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഒരു സംഭവം വേണം, കുട്ടികൾക്ക് അറിയണം എന്നുള്ളത്, അതിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാ. അല്ലാതെ MSF-കാരെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള ഗ്രൂപ്പല്ല. പക്ഷെ അതെങ്ങനെ മനഃപൂർവ്വം കരിവാരി തേക്കലായത്, ഒരാൾ പോലും ഇവരെ അതിൽ റിപ്ലൈ തരുന്നില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞു ഇലക്ഷൻ വർക്കിൻ്റെ കാര്യം കൊണ്ടാണ് നിങ്ങൾ വരാത്തതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയിക്കാനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, ഞങ്ങൾ ഇലക്ഷൻ വർക്കിലാണ്, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, അത് അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എങ്കിലും ഉണ്ട്. ഇത് മിണ്ടാതെ നിൽക്കലല്ല ഇതിന് തരുന്ന മറുപടി എന്ന് പറയുന്നത്. ഓപ്പൺ ഡിസ്കഷനിൽ വരണോ എന്നുള്ളതാണ് MSF തീരുമാനിക്കുന്നത് പറഞ്ഞത്. മറ്റു കാര്യങ്ങളിൽ വരാത്തതിൻ്റെ സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവുമെന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതൊരു MSF-നെതിരെ വന്നൊരു ഗ്രൂപ്പാണെന്ന് അല്ല എന്നൊക്കെ ഒരു പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാനിവിടെ 2-3 ചോദ്യം ചോദിച്ചു. ഇവിടെ ഒരു PG ഡേ നടന്നോ, അതല്ലെങ്കിൽ ഇവിടെ ഒരു പിന്നെ നമ്മുടെ അസോസിയേഷൻ ഇനാഗുറേഷൻ നടന്നോ? അത് SFI നടത്താത്ത ഒരു അസോസിയേഷൻ ഇനാഗുറേഷൻ അത് KSUവിന് പ്രശ്നമല്ല. KSU നടത്താത്ത ഒരു പിന്നെ PG ഡേക്ക് അത് SFIക്കും പ്രശ്നമല്ല. ഇവർ രണ്ടുപേരും നടത്താത്ത പരിപാടിക്ക് അത് ഫ്രറ്റേണിറ്റിക്കും പ്രശ്നമല്ല. അങ്ങനെ ആവുമ്പോൾ ഇവരെല്ലാം വരുന്നത് ഒരു കൂട്ടുമുന്നണി പോലെ നമ്മുടെ പറയുമ്പോൾ നമ്മളതിലൊക്കെ കൂടി നിൽക്കണമെന്ന് പറയുന്നതിൽ എത്ര പിന്നെ ഔചിത്യം ഉണ്ട് എന്നുള്ളതാണ് MSF മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് MSF നടത്താത്ത എല്ലാ പരിപാടികൾക്കും ഞങ്ങൾക്കും പ്രശ്നം ഉണ്ടാവരുതെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, യൂണിയനാണ് ഇവിടെ ഇരിക്കുന്നത്, യൂണിയനെ റെപ്രസെൻ്റ് ചെയ്താണ്. യൂണിയൻ നടത്താത്ത പരിപാടിക്കൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രശ്നമുണ്ട്. കാരണം ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസാണ്, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അത് ചോദിച്ച് വാങ്ങേണ്ടത്. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അത് വിമർശിക്കണമെന്നൊന്നും പറഞ്ഞു വരരുതിന്. അതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വിമർശനങ്ങളെന്നും രാഷ്ട്രീയത്തിൽ വേണ്ടതാണെന്ന് ഞാൻ കൃത്യമായി തന്നെ ആദ്യം പറഞ്ഞു. അത് ചെയ്യണ്ട എന്ന് എവിടെയും ഞാനും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ നടത്താത്തതിനെ ആരും വിമർശിക്കുന്നില്ല. അത് ഞങ്ങൾ പറയുമ്പോൾ അത് മാത്രം ഒരു വിമർശനം, അതല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ വിമർശിക്കരുതെന്ന് ആരും പറയണില്ല. ഞങ്ങൾ നിങ്ങളെ പോലെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് നടക്കണമില്ല. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളാണ് എപ്പോഴും പറയുന്നത്, അല്ല ഇവിടുത്തെ MSF-കാരാണ് എപ്പോഴും പറയുന്നത് അവരെ കുറ്റം പറയുകയാണെന്ന്. ഇതിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇവിടെ KSUവിൻ്റെ ഇതിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് KSUക്കാർ പറഞ്ഞു എന്ന് പറയും. SFI-ക്കാരും കൂടി പറയുകയാണെങ്കിൽ അത് KSFI പറഞ്ഞു പറയും. ഫ്രറ്റേണിറ്റി കൂടി ആണെങ്കിൽ KSY + ഫ്രറ്റേണിറ്റി പറഞ്ഞു എന്ന് പറയക്കാറില്ലേ. പിന്നെ സാമ്പാർക്കൂട്ട് പറഞ്ഞു എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കഴിഞ്ഞ കറക്റ്റ് ഇലക്ഷന്റെ റിസൾട്ട് വളരെ കൃത്യമായി പറഞ്ഞു. അതിലെന്തെങ്കിലും അതിനെന്ത് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക? ആദിർക്കേറ്റിക്ക് 0 വോട്ടാണെന്നുള്ള കാര്യം KSUകാർ പോലും അറിഞ്ഞിട്ടില്ല. അതിനെന്ത് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക? KSUകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അറിയാനുള്ള ഒരു സ്രോതസ് അവർക്കില്ലല്ലോ. ഞാൻ അതിലോട്ട് ഇനി കൂടുതൽ കടക്കണില്ല, കാരണം കടക്കുന്നില്ല, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. കൃത്യമായി ആ ക്ലാസ്സിലെ അവരുടെ വിദ്യാർത്ഥികളോട് കൃത്യമായി ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും പോകാം, ഞാനും നിങ്ങൾക്കും പോകാൻ തരാം, അവിടെ എത്ര വോട്ട് കിട്ടി നമുക്ക് ചോദിക്കാം, അതിനുള്ളൊരു കാര്യം ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? പക്ഷേ അത് MSF-ന് അങ്ങനെ പോരേണ്ട കാര്യമൊന്നും MSF-നില്ല. കൃത്യമായി വിദ്യാർത്ഥികളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു, അവരത് വിശ്വസിക്കാം, അവർക്കത് അന്വേഷിക്കാം. ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് ഒരിക്കലും 0 വോട്ടാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് ഒരിക്കലും 0 വോട്ട് എന്ന് പറയുന്ന ഒരു തെളിവില്ല. ഇനിയിപ്പോ അവര് 0 വോട്ട്, ഈ നോട്ടാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോഴും അവിടെ നോട്ട എന്ന് പറയുന്ന ഒരു വോട്ട് കിട്ടിയിട്ടല്ല അവിടെ. അതിനെന്താ പ്രൂഫ് ഉള്ളത്? ഇലക്ഷനിൽ വോട്ട് ചെയ്ത ഒരു സാധനം അത് അതോറിറ്റി ബേസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അതൊരിക്കലും നമുക്കൊരിക്കലും അത് കോപ്പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ വിദ്യാർത്ഥികളോട് കൃത്യമായി നിങ്ങൾക്ക് അതിനെപ്പറ്റി ചോദിക്കാം, അവരത് കൃത്യമായി അത് പറഞ്ഞു തരികയും ചെയ്യും എന്നതാണ് നമ്മുടെ അഭിപ്രായത്തിൽ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഓപ്പൺ ഡിസ്കഷനിൽ വന്നിട്ടില്ല. നിങ്ങൾ യൂണിയൻ്റെ അപാകതകൾ കൊണ്ടാണോ നിങ്ങൾ വരായിരുന്നത് ഓപ്പൺ ഡിസ്കഷന്? കഴിഞ്ഞ പ്രാവശ്യമില്ല, ഈ പ്രാവശ്യം വന്നിട്ടില്ല. ഇനി ഈ പ്രാവശ്യം വരുന്നുണ്ടോ? ഒരു ഓപ്പൺ ഡിബേറ്റിന് വരാൻ തയ്യാറാണോ യൂണിയൻ? ഞാൻ നിൽക്കുന്നത് തന്നെ നിങ്ങളെല്ലാവരും മുൻപിലല്ലേ, അത് ആലോചിക്കേണ്ടത്. അങ്ങനെയല്ല, വിദ്യാർത്ഥികളുടെ മുമ്പിൽ നമുക്കൊരു ഓപ്പൺ സ്റ്റേജോ അങ്ങനെയൊക്കെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ വരാൻ തയ്യാറാണോ? വളരെ കൃത്യമായി തന്നെ മുൻപ് പറഞ്ഞതാണ്. ഇനി ഇതിലപ്പുറത്തോട്ടൊരു കാര്യം പറയാൻ താല്പര്യമല്ല. അപ്പോൾ നിങ്ങൾ വരുന്നില്ല എന്നാണ് പറയുന്നത്? ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണോ വ്യാഖ്യാനിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. 2 കൊല്ലമായിട്ട് MSF ഭരിക്കുന്നത് പറഞ്ഞു. അപ്പം ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ ഒരു സംഭവം ക്രിയേറ്റഡ് ആയി വെക്കുകയാണ്. ഇത് MSF ആണ്, MSF-ൻ്റെ കോട്ടയാണ്. പക്ഷേ ഇത് കോട്ട ഒന്നല്ല, നമ്മളത് യുദ്ധത്തിനൊന്നല്ലല്ലോ പോണ കോട്ട എന്നറിയാൻ.
അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ഓരോ പാർട്ടീൻ്റെയും പൊളിറ്റിക്സ് നോക്കിയിട്ട് വോട്ട് ചെയ്യുക, ആശയങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യുക. നിങ്ങൾക്ക് കാര്യമുള്ള നിങ്ങൾ അല്ല പാരമ്പര്യത്തിൻ്റെ പേരിലോ അതല്ല വേണ്ടി, നമുക്ക് പ്രവർത്തനം ആണ് വേണ്ടി. നമുക്ക് ക്ലാസ്സിൽ ആരെ ജയിപ്പിച്ചുകൊണ്ടാണോ കാര്യമുള്ളത് അവരെ ജയിപ്പിക്കുക. അതാണ് വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും അത്യാവശ്യം ഇപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിന് സംഭവം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരാൾക്കും വിധേയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ശരി തോന്നുന്നത്, നിങ്ങളെ മനസ്സിനും നിലപാടിനും എന്താണോ ശരിയെന്ന് തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. നിങ്ങൾ ആരെയും സ്വാധീനത്തിൽ പെടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ളൊരു സാധനമാണ്, ഞങ്ങൾ എത്രയോ ആൾക്കാർ കരിവാരിത്തേക്കുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ആരും കരിവാരി തേക്കലോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ ഒന്നുമല്ല. അപ്പം വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെ മനസാക്ഷി വെച്ചിട്ട് ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമുക്കറിയാം ഇലക്ഷൻ എന്നുള്ളത് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അപ്പം ഇലക്ഷനാണ്, അതിന് വരുമൊന്നും വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും അധികം കുട്ടികൾക്കും ഈ കോളേജിലുണ്ടാവുക. കാരണം ഈ കോളേജിൽ അങ്ങനെയാണ് ഇപ്പം. അതുകൊണ്ട് അങ്ങനെ ഒരു ആൾ ചെയ്യരുത്. നമ്മളെ യൂണിയനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ അവരുടെ അവകാശം അതിൻ്റെ പൂർണ്ണ രീതിയിൽ തന്നെ വിനിയോഗിക്കണമെന്ന് ഒരു പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. താങ്ക് യു. കൃത്യമായി അത് തന്നെയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നേടുന്ന വോട്ട് അത് വളരെ കൃത്യമായ കാര്യമായിരിക്കും. അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ അതിനെ വിനിയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിൽക്കുന്നത് അത് ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികളുടെ കൂടെ നിന്നതുകൊണ്ടാണ്. വിദ്യാർത്ഥികൾ അതിനെ അനുകൂലമായി തിരഞ്ഞെടുത്ത് എല്ലാ വോട്ടിംഗ് കാര്യങ്ങളിലും അതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയത്തെ ഒരു പൊതുസേവനവും കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. നന്ദി. അപ്പം രാഷ്ട്രീയം നമ്മുടെ കോളേജിൽ വർദ്ധിച്ചു വരുന്ന സമയത്തും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്ന ഈ പോർക്കളം എന്ന പരിപാടി നമ്മുടെ കോളേജിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പൊളിറ്റിക്സിനെ പറ്റായിട്ട് ഒഴിവാക്കാതെ ആരോഗ്യകരമായ ചർച്ചകൾ ഇനിയും വേണം. അതിന് ഇത് നടത്തിയിട്ടുള്ള കോർഡിനേറ്റർ അജ്മൽ സാർ, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷനിലെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാവർക്കും പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. മുന്നണികൾക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു. ഇനി വിധി എഴുതേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. പോർമുഖം 2.0 ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.